ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ഒരു 6 കിലോ വരെ കുറക്കാൻ പറ്റുന്ന രീതിയിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് ഞാൻ കുറച്ച് ടിപ്സും കൂടി ഇതിലേക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഓട്സ്, അതുപോലെ തന്നെ ആപ്പിള്, പിന്നെ ഒരു ഗ്ലാസ് പാല്, പിന്നെ കുറച്ച് ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ 5 എണ്ണം മാത്രം എടുക്കാവൂ, അതിൽ കൂടുതൽ എടുക്കരുത്. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഈത്തപ്പഴം എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓട്സും വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓട്സ് ഒരു കപ്പ് ഫുൾ എടുത്തിട്ടില്ല, ഞാൻ 3/4 കപ്പാണ് എടുത്തത്. അപ്പോൾ അത്ര മാത്രം എടുത്താൽ മതി. പിന്നെ ഈത്തപ്പഴം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ 5 കൂടുതൽ ഈത്തപ്പഴം എടുക്കാൻ പാടില്ല. അപ്പോൾ ഈത്തപ്പഴം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ പാല് ഒരു ഗ്ലാസ്, നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചെടുത്താൽ മതി. പിന്നെ ആപ്പിൾ തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒട്ടും പഞ്ചസാര ഒരിക്കലും ഇടാൻ പാടില്ല, ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഇനി ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയാലും കുഴപ്പമില്ല, വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കുക. അതായത് ഇളം ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജീരകവെള്ളമോ. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അത് കുടിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊരു ഗ്ലാസ് നിങ്ങൾക്ക് കുടിക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരാഴ്ച നിങ്ങൾക്ക് ഉള്ള ഒരു മെനു ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു 6 കിലോ വരെ നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതാണ്. പിന്നെ മറ്റൊന്നാണ്, നിങ്ങൾ ഗോതമ്പിൻ്റെ ദോശ, പുട്ട്, അതുപോലെ തന്നെ ഇഡ്ഡലി എല്ലാം ഗോതമ്പിൻ്റെതോ റാഗിൻ്റെതോ അല്ലെങ്കിൽ ഓട്സ് ഉപയോഗിച്ചിട്ടുള്ളതോ മാത്രം കഴിക്കുക ഈ ഒരാഴ്ച. അതായത് റൈസും ഷുഗറും കംപ്ലീറ്റ് നിങ്ങൾ ഒഴിവാക്കുക. പകരം രാവിലെ എണീച്ചാൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുക. അത് നെല്ലിക്കേൻ്റെ ജ്യൂസാവാം, പാവയ്ക്കേൻ്റെ ജ്യൂസാവാം, അതെല്ലാം കുടിക്കാം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗോതമ്പിൻ്റെ ചപ്പാത്തി, ദോശ, പുട്ട്, ഇഡ്ഡലി, റവേനെ കൊണ്ടുള്ള ഇഡ്ഡലി, അതുപോലെ തന്നെ ഓട്സിനെ കൊണ്ടുള്ള ഇഡ്ഡലി, അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. എപ്പോഴും അതിൻ്റെ അളവ് 2 അല്ലെങ്കിൽ 3 ആയിരിക്കണം. ചപ്പാത്തി ആണെങ്കിൽ 3 കഴിക്കുക, ദോശയാണെങ്കിൽ 3 കഴിക്കുക, ഇഡ്ഡലി ആണെങ്കിൽ 3 കഴിക്കാം, അല്ലെങ്കിൽ 2 പുട്ട് 2 കഷ്ണം കഴിക്കുക. മാക്സിമം 3 വരെ മാത്രം കഴിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി എന്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ചിക്കൻ ആണെങ്കിൽ ഒരു പീസ് ചിക്കൻ എടുക്കുക, ഫിഷ് ആണെങ്കിലും എടുക്കുക, അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരാഴ്ച കംപ്ലീറ്റ് റൈസും ഷുഗറും ഒഴിവാക്കി കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിക്കുക. അതേപോലെ ഉച്ചക്ക് എന്തെങ്കിലും ഫ്രൂട്ട്, ഒറ്റൊരു ഫ്രൂട്ട് മാത്രം കഴിക്കുക. മാംഗോ ഒഴികെ ബാക്കി ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് കഴിക്കുക. അത് ഒന്ന് മാത്രം കഴിക്കുക കേട്ടോ. ഗ്രേപ്സ് എല്ലാം ആണെങ്കിൽ 1 കപ്പ്, അതുപോലെ വാട്ടർ മെലൺ ആണെങ്കിൽ 1 കപ്പ്, അങ്ങനെ കഴിക്കുക. പിന്നെ വൈകുന്നേരത്തിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓട്സ് കൊണ്ടോ അല്ലെങ്കിൽ റവ കൊണ്ടോ അല്ലെങ്കിൽ വീറ്റ് കൊണ്ടോ ഉണ്ടാക്കിയ ദോശയോ പുട്ടോ ഇഡ്ഡലിയോ എന്താ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതും വൈകുന്നേരം കഴിക്കുക. അപ്പോൾ 3 നേരമാണ് നിങ്ങൾ ഫുഡ് കഴിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം ഗ്രീൻ ടീയും കൂടിയും കുടിക്കുക എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സംഭവിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ബോഡിയും 6 കിലോ കുറച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 2 കിലോ എങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പം ഞാനിത് ഗ്യാരണ്ടി തരികയാണ്, കാരണം ഞാനിത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയോണ്ടാണ് പറയുന്നത്. എനിക്ക് ഒരു 5 കിലോ വരെ കുറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരാഴ്ച നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നടക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ വെയിറ്റ് നോക്കുക, ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.